Dear students, welcome to third class on circle measures. Today we will derive the area of a circle. How can we find out the area of a circle? നമ്മൾ സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ കണ്ടെത്തിയ വഴി പോലെ തന്നെ ഇവിടെയും ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്യപ്പെട്ട ഡിഫറെൻറ്റ് റെഗുലർ പോളിഗൺസിനെ പരിഗണിക്കാം. First time let us take a triangle, equilateral triangle inscribed in a circle. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ പരിഗണിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ ദി ഏരിയ ഓഫ് ദി സർക്കിൾ. മുമ്പ് ചെയ്ത പോലെ തന്നെ നമ്മൾ പെരിമീറ്റർ കാണാൻ വേണ്ടി ചെയ്തത് ഇതിൻ്റെ പെരിമീറ്ററും സർക്കിളിൻ്റെ പെരിമീറ്ററും പരിഗണിച്ചു. എന്ന പോലെ ഇവിടെ ഏരിയ പരിഗണിക്കുന്നു എന്നർത്ഥം. ഇഫ് യു ടേക്ക് എ സ്ക്വയർ ഇൻസ്റ്റെഡ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വി ക്യാൻ സീ ഇറ്റ്സ് ഏരിയ വിൽ ബി മോർ ദാൻ ദി ഏരിയ ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. സ്റ്റിൽ it is less than the area of the circle. If we consider a regular pentagon in the same circle, we can see its area become close to area of the circle than other polygons. മറ്റുള്ളതിനേക്കാളൊക്കെ കൂടുതൽ സർക്കിളിൻ്റെ അടുത്തേക്ക് ഏരിയ എത്തിയിട്ടുള്ളതാണ് ഈ റെഗുലർ പെൻറ്റഗൺ. ഈ റെഗുലർ പെൻറ്റഗണിൻ്റെ ഏരിയ കാണാൻ നമുക്ക് സെൻറ്ററിൽ നിന്ന് ഈ വെർട്ടെക്സിലേക്കും ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ട്രയാങ്കിൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കാണാൻ നമുക്കറിയാം. ഇഫ് വി ടേക്ക് ദിസ് വൺ ആസ് ഇറ്റ്സ് വൺ സൈഡ് ആൻഡ് ഹൈറ്റ് ടു ദാറ്റ് സൈഡ് ഫ്രം ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ് വി വിൽ ഗെറ്റ് ദി ഏരിയ ഓഫ് വൺ സച്ച് ട്രയാങ്കിൾ. ഇങ്ങനത്തെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ അതേപോലത്തെ 5 ഈക്വൽ ട്രയാങ്കിൾസ് ഉണ്ടാവും. ഓൺ മൾട്ടിപ്ലൈയിങ് ദാറ്റ് ഏരിയ ബൈ 5 വി വിൽ ഗെറ്റ് ദി ഏരിയ ഓഫ് ദി പെൻറ്റഗൺ. ഓക്കെ, അങ്ങനെ കിട്ടുന്ന പെൻറ്റഗണിൻ്റെ ഏരിയ ഇപ്പോൾ മറ്റുള്ള പോളിഗൺസിനേക്കാളൊക്കെ കൂടുതൽ സർക്കിളിൻ്റെ ഏരിയൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. If we draw regular polygons with more number of sides in the same circle, we can see their areas will come close to the area of the circle. അങ്ങനെ കുറേ നമ്പർ ഓഫ് സൈഡ്സ് ഉള്ള ഒരു റെഗുലർ പോളിഗൺ ഇതേപോലെ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ സർക്കിളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. വി ക്യാൻ ടെൽ ദി ഏരിയ ഓഫ് ദിസ് റെഗുലർ പോളിഗൺ ഈസ് നൗ ഓൾമോസ്റ്റ് ഈക്വൽ ടു ദി ഏരിയ ഓഫ് ദി സർക്കിൾ. നമുക്ക് ഈ റെഗുലർ പോളിഗണിൻ്റെ ഏരിയ എങ്ങനെ കാണാം? If we draw from the center to these two vertices lines we will get such a triangle. ഇങ്ങനത്തെ എത്ര ട്രയാങ്കിൾ ഉണ്ടാവും? ഇത് 10 sides ആയതുകൊണ്ട് 10 such triangles will be there. അപ്പോൾ അത് 20 sides ഉണ്ടെങ്കിൽ 20 such triangles will be there. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ട് ഇതിനെ ഹാഫ് BH എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഏരിയ കാണാൻ പറ്റും. ഇങ്ങനെ 10 sides ഉണ്ടെങ്കിൽ 10 such triangles will be there. അപ്പോൾ ഏരിയ ഓഫ് ദിസ് പോളിഗൺ എന്ന് പറയുന്നത് എന്താ? ഏരിയ ഓഫ് ദി പോളിഗൺ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി പോളിഗൺ. ഏരിയ ഓഫ് ദി പോളിഗൺ എന്ന് പറഞ്ഞാൽ if there exist n sides, n times area of one triangle will be there. Half into here one side is denoted by s and height to that side is denoted by h. ഇവിടെ ഈ ലെങ്തിനെ വൺ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ എസ് എന്നും ഇതിനെ എച്ച് എന്നും വിളിച്ചതുകൊണ്ടാണ് ഹാഫ് BH എന്ന് പറഞ്ഞതിന് പകരം ഹാഫ് SH. n സൈഡ്സ് ഉണ്ടെങ്കിൽ 10 സൈഡ്സ് ഉണ്ടെങ്കിൽ ഇവിടെ n പകരം 10 എന്ന് കൊടുക്കാം. 20 ഉണ്ടെങ്കിൽ 20 into 1 ട്രയാങ്കിൾ, ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ അങ്ങനെ വരിക. നമുക്ക് ഈ ഹാഫിനെ ആദ്യം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഹാഫിന് ആദ്യം എഴുതി കഴിഞ്ഞാൽ n into s into h എന്ന് എഴുതാം. ഹാഫ് into n into s into h എന്ന് എഴുതാം. ഹാഫ് ഇൻറ്റു ns എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഓഫ് ദി പോളിഗൺ. പെരിമീറ്റർ ഇൻറ്റു n ടൈംസ് എസ്, ദിസ് വൺ ഈസ് എസ്. അങ്ങനത്തെ n സൈഡ്സ് ഉണ്ടെങ്കിൽ n ടൈംസ് എസ് വിൽ ബി പെരിമീറ്റർ ഓഫ് ദി പോളിഗൺ. ഓക്കെ, ns മീൻസ് പെരിമീറ്റർ ഓഫ് ദി പോളിഗൺ ഇൻറ്റു h. ഓക്കെ, ദെർഫോർ ഏരിയ ഓഫ് എ പോളിഗൺ ഈസ് ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ഇങ്ങനെ കുറേ നമ്പർ ഓഫ് സൈഡ്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പോളിഗണാണ് നമ്മൾ വരച്ചത് എങ്കിൽ ആ റെഗുലർ പോളിഗണിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ഏരിയ തന്നെ ആയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എവിടെ എത്തിയിട്ടുണ്ടാകും? പെരിമീറ്റർ ഓഫ് ദാറ്റ് പോളിഗൺ വിൽ ബി ഓൾമോസ്റ്റ് പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ. ഈ എച്ച് റേഡിയസ് ഓഫ് ദി സർക്കിളും ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഈ ഏരിയ ഓഫ് ദി പോളിഗൺ, ഇവിടെയുള്ള ഈ പോളിഗണിൻ്റെ ഏരിയ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ഈ ആൻസർ ഇപ്പോൾ സർക്കിളിൻ്റെ ഏരിയൻ്റെ അടുത്ത് തന്നെയാണുള്ളത്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ പെരിമീറ്ററിന് പകരം സർക്കിളിൻ്റെ പെരിമീറ്ററും, ഈ പെരിമീറ്റർ സർക്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, ഈ എച്ച് സർക്കിളിൻ്റെ റേഡിയസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ പെരിമീറ്ററിന് പകരം 2πr എന്നും എച്ചിന് പകരം r എന്നും കൊടുത്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും. ദെർഫോർ ഏരിയ ഓഫ് ദി സർക്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി
circle. Area of the circle is equal to half into ഈ പെരിമീറ്റർ കുറേ നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ടെങ്കിൽ ഈ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ആയ 2πr തന്നെ ഈ h എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി സർക്കിൾ തന്നെയാണ്. therefore it is r. therefore we can cross down these twos can be cancelled. ഈ 2ഉം cancel ചെയ്യാം. πr into r എന്ന് മാത്രം. πr into r will be πr square. That is the formula to find out area of the circle. Now we have got a very important result, that is area of a circle. We obtained it as πr square. Let us write that one in a box. Area of a circle is equal to πr squared. Now applying this one, let us have some questions done. This one is an important result. From this much discussion, you need only to write this formula there in your notebook. Now let us have some problems in your textbook done. See the first question. In the picture below, find the difference between the areas of the circle and the polygon up to 2 decimal places. Here, a circle and a square inscribed in it is given. We needed to calculate the area of the square and the circle. Then we need to find out the difference between their areas, so that we are determining how much more the area of the circle than that of this square. Here, this much length for the square, that one is the diagonal, while for the circle it is diameter. If this one is 4 centimeter, mean this diagonal of this isosceles rectangular triangle is 4 centimeter. We know its sides are in the ratio 1:1:√2. That means whatever be there, this one, its √2 times is there 4 centimeter. And so as diagonal is there, in order to calculate this one, we have to divide by √2. This one multiplied by √2 gives this. അപ്പോൾ ഇത് കിട്ടിയ സ്ഥിതിക്ക് ഇതാണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡിവൈഡ്. അപ്പം ഈ സ്ക്വയറിന്റെ വൺ സൈഡ് എന്ന് പറഞ്ഞാൽ വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ മീൻ വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ √2 ടൈംസ് ആണ് ഇത്. അപ്പോൾ ഇത് കിട്ടിയ സ്ഥിതിക്ക് ഇത് പറയാൻ വി ഹാവ് ടു ഡിവൈഡ്. therefore we have to divide 4/√2. 4/√2 is 2√2. ഈ 4നെ ഈ ന്യൂമറേറ്ററിലുള്ള 4നെ നമുക്ക് 2 into 2 എന്ന് എഴുതാം. 2 into 2 എന്ന് എഴുതിയാൽ അത് √2 into √2 എന്ന് എഴുതാം. √2 into √2 is 2. that 2 into 2 will be this 4 divided by √2. എങ്ങനെ ക്യാൻസൽ ആകുന്നത് എന്ന് പറയാനാണ് ഈ 4നെ ഞാൻ 2 into √2 into √2 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത്. Now this √2 and 1 √2 get cancelled, and so there it is left 2√2. 2√2 is left. Therefore area of square is equal to 2√2 is one side of the square, it's a square. That's equal to 2 square into √2 square. 2 square we know it is 4. √2 square is 2. That's equal to 8. 8 centimeter square is the area of the square. ഈ സ്ക്വയറിന്റെ ഏരിയ 8 centimeter square ആണ്. അത് നമുക്ക് അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യാം. This one is 4 centimeter. Therefore next diagonal also will be 4 centimeter. half d1 d2 half d square എന്നുള്ള ഫോർമുലയാണ് നമ്മൾ സ്ക്വയറിന്റെ ഡയഗണൽ അറിയാന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത്. therefore it is half of 4 square. half of 4 square mean half of 16. that is 8 centimeter square. അങ്ങനെ നിങ്ങൾക്ക് ഇതിന്റെ ഏരിയ കാണായിരുന്നു. ഇനി ഏരിയ ഓഫ് ദി സർക്കിൾ, ഈ ഏരിയ ഓഫ് ദി സർക്കിൾ കാണാൻ വേണ്ടിയിട്ട് ഏരിയ ഓഫ് ദി സർക്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സർക്കിൾ. we know the formula is πr squared. That is equal to pi into arc. What about diameter is 4, therefore radius is 2. Pi into 2 squared. That is 2 square is 4. 2 square is 4 into pi will be 4 pi. 4 pi 4 pi. That is equal to 4 into pi is 3.14. 4 times 3.14 will be 12.56. Therefore, the difference in area, how much more is the area of the circle than the square? Difference in area is equal to
ഈ സ്ക്വയറിൻ്റെ ഏരിയയും സർക്കിളിൻ്റെ ഏരിയയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു, ഇതാണ് സർക്കിളിൻ്റെ ഏരിയ, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. 12.56 മൈനസ് 12.56 minus 8. 12.56 minus 8 gives 4.56 centimeter square. That much difference is there between the area of this square and circle. Okay, you can write such a question and have these much steps in your notebook done as the answer to the first part of the question. Now we have to find in the same way the difference between the area of this circle and this regular hexagon. How can we do that one? See. Now let us find the area of this circular hexagon. See, this one is the diameter of the circle. Therefore, center of the circle will be the midpoint of that diameter. If we draw radii from that center to every these vertices, we will get a regular hexagon divided into 6 equilateral triangles as shown. Now the area of this regular hexagon is 6 times area of one such equilateral triangle. All these equilateral triangles are congruent. To find out the area of this regular hexagon, we need only to find out the area of one such equilateral triangle. And so, what is the formula to find out the area of an equilateral triangle? അത് നമ്മളാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡിറൈവ് ചെയ്യാം. See, here this equilateral triangle can be drawn here. നമ്മളൊരു equilateral triangle എന്നിട്ട് മാറ്റി വരയ്ക്കുകയാണ്. ഇതിൻ്റെ ഈ പോയിന്റ് വെർട്ടക്സിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരച്ചാൽ, ഈ ലെറ്റസ് സപ്പോസ് ഇറ്റ്സ് വൺ സൈഡ് ബൈ എ, ഇതിൻ്റെ ഏത് ഒരു സൈഡിനെ എ എന്ന് സപ്പോസ് ചെയ്യാം. ഈ സൈഡിനെ എ എന്ന് സപ്പോസ് ചെയ്താൽ എല്ലാ സൈഡും എ തന്നെ ആയിരിക്കും. ലെറ്റ് വൺ സൈഡ് ബി എ, ഞാൻ എ എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് മച്ച് ലെങ്ത് വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ് എ, മീൻ ഇറ്റ് വിൽ ബി എ ബൈ 2. വാട്ട് അബൌട്ട് ദി ആംഗിൾസ് ഓഫ് ദി equilateral triangle? Since this total angle is 60 degree, as this line drawn perpendicular to opposite side, this angle will get divided into 2 equal parts. Therefore, one of this angle will be 30 degree. This angle is now 30 degree. Therefore, this angle already it is 60 degree, and here this one is 90 degree. ഒരു 30, 60, 90 ഡിഗ്രി ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ നമുക്കറിയാം. സൈഡ് എഗെയിൻസ്റ്റ് ഒരു 30 ഡിഗ്രി a by 2 ആണെന്നുണ്ടെങ്കിൽ 60 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് വിൽ ബി √3 ടൈംസ് ഓഫ് ദാറ്റ്. a by 2ന്റെ ഹാഫ് ഡബിൾ ഇവിടെ ഉണ്ട്, a ഉണ്ട്. Okay, therefore this much length a by 2 mean it is multiplied by √3 will be this side against it to 60 degree. നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്. Therefore it will be a by 2 √3. Therefore area of an equilateral triangle, ഈ equilateral triangle area half BH എന്ന് പറയുന്ന ഫോർമുലയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു വാട്ട് അബൌട്ട് ബി, ബി ഈസ് ദിസ് മച്ച് ലെങ്ത്. ദിസ് മച്ച് ലെങ്ത് ഈസ് വൺ സൈഡ് ഓഫ് ദി equilateral triangle A. Half into A into H. What about H? It is this perpendicular distance. We calculated it as 2 by A by 2 √3. A by 2 into A by 2 into √3. See, this one is equal to, here these 2 and this 2 are in denominator. 2 into 2 will be 4. This √3 is in the numerator. Therefore, √3 by 4 into A will be A square. √3 by 4 A square is the area of one such an equilateral triangle. Here A is its one side. അപ്പോൾ നമുക്ക് ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ, ഈ സ്മോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കാണാൻ പറ്റും. നമ്മോട് ചോദിച്ചത് എന്താ അവിടെ? In the picture below, find the difference between the areas of the circle and the polygon up to 2 decimal places. അപ്പോൾ ഈ ഫിഗറിൽ ഈ റെഗുലർ ഹെക്സഗണിൻ്റെ സർക്കിളിൻ്റെ ഏരിയകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള, അത് ഇവിടുത്തെ ഏരിയനേക്കാളും ലെസ്സായി നമുക്ക് കാണിക്കണം. അപ്പം വാട്ട് ഈസ് ദി ഡിഫറൻസ് ഇൻ ഏരിയ? എങ്ങനെ നമുക്ക് ഏരിയയിലുള്ള ഡിഫറൻസ് കാണാം? ദി ഡിഫറൻസ് ഇൻ ഏരിയ ഈസ് ഈക്വൽ ടു, ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ റെഗുലർ ഹെക്സഗണിൻ്റെ കേസിൽ മറ്റേ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഈസ് ഈക്വൽ ടു, ഡിഫറൻസ് ഈസ് ഈക്വൽ ടു, ഡിഫറൻസ് എന്ന് പറയുന്നത് ഏരിയ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ ദാറ്റ്സ് ഈക്വൽ ടു ഏരിയ ഓഫ് സർക്കിൾ πr² ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു, നമുക്കറിയാം. ദ മൈനസ് ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ, ഇറ്റ് ഈസ് 6 times area of one triangle. What about πr²? πr² is
R is now this much length is 4 cm, diameter 4 cm. ഇവിടുത്തെ അതേപോലെ തന്നെ ഡയമീറ്റർ 4 എന്ന് പറഞ്ഞു, ഇതും 4 ആണ് ഡയമീറ്റർ. അപ്പോൾ റേഡിയസ് അവിടെ 2 ആണ്, റേഡിയസ് 2 ആണ്. അപ്പോൾ പൈ ഇൻറ്റു 2 സ്ക്വയർ, പൈ ഇൻറ്റു 2 സ്ക്വയർ, പൈ ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 6 times. What about the area of one triangle? Area of one triangle, area of one triangle is root 3 by 4 a square. സൈഡ് എ ആണെങ്കിലാണ് എ സ്ക്വയർ കൊടുക്കുക. ഇവിടെ റൂട്ട് 3 by 4 വൺ സൈഡ് ഈസ് നൗ റേഡിയസ് ആണ്. therefore റൂട്ട് 3 by 4 എക്ക് പകരം ആർ സ്ക്വയർ എന്ന് കൊടുക്കാം. ആർ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ 4 ആണെങ്കിൽ റേഡിയസ് 2 ആണ്. അപ്പോൾ 6 ഇൻറ്റു റൂട്ട് 3 by 4 റൂട്ട് 3 by 4 ആർ സ്ക്വയർ, ദറ്റ് ഈസ് 2 സ്ക്വയർഡ്. Okay, now this 2 square is 4 and it will get cancelled with this 4. അപ്പോൾ അത് ക്യാൻസൽ ആകുമ്പോൾ ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 6 റൂട്ട് 3 ഉണ്ടാവും. ഈ 2 സ്ക്വയർ 4 പൈ മൈനസ് 6 റൂട്ട് 3 ആയിട്ട് ഇത് ചുരുക്കും. അപ്പം നമ്മൾ ഇതിനെ റിഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ദിസ് വൺ ഇസ് ഈക്വൽ ടു 4 പൈ മീൻ 4 times 3.14 minus this 2 square 4 and this 4 cancelled means 6 into root 3. 6 into root 3 is 6 times 1.73. ഓക്കെ, 6 times 1.73 എന്ന് പറയുമ്പോൾ ബാക്കി ഞാൻ ഇവിടെ എഴുതാണ്, ഈ പേജിൽ തന്നെ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതാണ്. 4 times 3.14 എന്ന് പറഞ്ഞാൽ 4 times 3.14 മീൻ ഇറ്റ് ഈസ് 12.56. നമ്മളൊരു എഴുതി വെച്ചതാണ്. ഇസ് ഈക്വൽ ടു 12.56 മൈനസ് what about 6 times 1.73 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് 10.38 എന്ന് കാണാൻ പറ്റും. 10.6 times 1.73 അല്ലേ? 3 into 6 18, 6 into 7 42 plus that 143. Therefore 3 is there and 4. 1 into 6 is 6 plus that 4 10.38. 12.56 minus 10.38, that difference is equal to difference കാണാനാണ് പറയുന്നത് 2.18. This one is the answer. അതായത് ഇവിടെ നമുക്ക് ബോധ്യപ്പെട്ടത് എന്താണ്? ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയയും സർക്കിളിൻ്റെ ഏരിയയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ ഷെയ്ഡ് ചെയ്ത് വെച്ച ഭാഗമാണ്. ഈ മഞ്ഞ ഷെയ്ഡ് ചെയ്ത് വെച്ച ഭാഗമാണ് ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഏരിയയാണ് 2.18 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സർക്കിളും ഒരേ സർക്കിളാണ്, റേഡിയസ് ഉള്ള സർക്കിളാണ്. ഇതിൽ ഒരു സ്ക്വയറാണ് വരച്ചത് എങ്കിൽ ഇവിടെ വരച്ചത് ഒരു റെഗുലർ ഹെക്സഗണാണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഏരിയൻ്റെ അടുത്തേക്ക് റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ ഒന്നുകൂടി വന്നതുകൊണ്ടാണ് ഡിഫറൻസ് കുറഞ്ഞത്. ഓക്കെ, ഇവിടെ ഈ മഞ്ഞ റീജിയൻ കൂടുതലാണ്. ദി യെല്ലോ റീജിയൻ ഹിയർ ഈസ് മോർ. അതിൻ്റെ ഏരിയ കൂടുതലുണ്ട്. ഈ ഇവിടുത്തെ ഡിഫറൻസ് ഇവിടെ കൂടുതലാണ്. അത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇത് നമ്മൾ ഡിഫറൻസ് കുറവാണ്. നമ്മൾ നേരത്തെ കണ്ടതല്ലേ, ഒന്നുകൂടി നോക്കിക്കോളൂ. അതാ ഇവിടെ ഡിഫറൻസ് 4.56 ആണ്. ഇത് ഈ സ്ക്വയറിൻ്റെ ഏരിയയും ഈ സർക്കിളിൻ്റെ ഏരിയയും തമ്മിലുള്ള ഡിഫറൻസ് 4.56 ആണ്. പക്ഷെ അത് ഇവിടെ എത്തിയപ്പോഴേക്ക് ആ ഡിഫറൻസ് കുറഞ്ഞു. ഇറ്റ് ഈസ് 2.18 ആണെന്ന് കാണാൻ പറ്റും. അപ്പം ഇനിയും ഈ സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ വരക്കുന്ന റെഗുലർ പോളിഗണിൻ്റെ സൈഡ്സ് കൂടി വരുമ്പം ഈ ഡിഫറൻസ് ഏരിയ ഡിഫറൻസ് ഇങ്ങനെ കുറഞ്ഞ് വരും. ഇഫ് ഈ ഡ്രോസ് ഈസ് റെഗുലർ പോളിഗൺ വിത്ത് 100 സൈഡ്സ്, ആ ഡിഫറൻസ് വളരെ മൈന്യൂട്ടായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിലൂടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനും കൂടെ ഉള്ളതാണ് ഈ പ്രോബ്ലം. ഓക്കെ, യു ക്യാൻ റൈറ്റ് ഡൗൺ ദിസ് വൺ ഓൾസോ ആസ് ദി കണ്ടിന്യൂഷൻ ഓഫ് ദി ഫോർമുല. ഓക്കെ, ഹൗ ടു ടെൽ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. സീ ദി ക്വസ്റ്റ്യൻ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. This one, the second question in your textbook. In the picture below shows circles through the vertices of a square and a rectangle. That means this circle passed through the vertices of the square and this circle passed through the vertices of the rectangle. Calculate the areas of the circles. ഈ സർക്കിളിൻ്റെ ഏരിയ എന്താണ്? ഈ സർക്കിളിൻ്റെ ഏരിയ എന്താണ്? ഈ സർക്കിളിൻ്റെ ഏരിയ പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് പറയണം. റേഡിയസ് പറയാൻ ഡയമീറ്റർ പറഞ്ഞാലും മതി. ഡയമീറ്റർ കിട്ടിയാൽ റേഡിയസ് കിട്ടും. സി ദിസ് മച്ച് ലെങ്ത് ഈസ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ പിന്നെ എല്ലാ സൈഡ്സും 3 സെൻറ്റിമീറ്ററാണ്. ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 3 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് സോ ഇഫ് വി ജോയിൻ ദീസ് ടു വെർട്ടിസസ് വി വിൽ ഗെറ്റ് an isosceles rectangular triangle. If this one is 3 centimeter, we know this much length. It is the sides of a
isosceles right triangle are in the ratio 1:1:√2 mean how much is there this one? It's root 2 times will be there as this much length. അപ്പോൾ ഇതറിയാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിൻ്റെ ഹാഫ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ടെൽ ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ. ആ ഡിസ്റ്റൻസ് ഡയമീറ്റർ ആയിരിക്കും. ബിക്കോസ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രിയാണ് നമുക്കറിയാം. അപ്പോൾ ഈ ലെങ്ത് ഡയമീറ്റർ ആയതുകൊണ്ട് അതിൻ്റെ ഹാഫ് അത് കാണാൻ നമുക്ക് പറ്റും. അതിൻ്റെ ഹാഫ് കാണാൻ പറ്റും. വി വിൽ ഗെറ്റ് ദി റേഡിയസ് ആൻഡ് സോ വി ക്യാൻ ടെൽ ദി ഏരിയ ഓഫ് ദി സർക്കിൾ ബൈ ദി ഫോർമുല പൈ ആർ സ്ക്വയർ. എന്ന പോലെ ഇവിടെയും ദിസ് വൺ ഈസ് 2 cm, ദിസ് വൺ 4 cm. ആസ് വി ജോയിൻ ദീസ് ടു what is it is the diameter of the circle and it is the diagonal of this rectangle also. Diagonal is the hypotenuse of this right triangle. This right triangle hypotenuse അല്ലെങ്കിൽ അതിൻ്റെ ഡയഗണലാണ്. അത് ഈ റൈറ്റ് ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസ് ആണ്, ഈ റെക്റ്റാങ്കിളുടെ ഡയഗണലാണ്, ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. എങ്ങനെയാണത്? കാരണം ഈ ഡയഗണൽ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണുള്ള കാരണം ഈ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ടാണ്. ആംഗിളിൻ്റെ സെമി സർക്കിൾ റൈറ്റ് ആംഗിളാണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെങ്ത് ഡയഗണലാണ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇത് 4ഉം ഇത് 2 ആയതുകൊണ്ട് പൈതഗോറസ് പ്രകാരം ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. വി വിൽ ഗെറ്റ് ദിസ് മച്ച് ലെങ്ത് ആസ് ഇറ്റ്സ് ഡയമീറ്റർ. ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസ് കിട്ടാൻ അതിൻ്റെ ഹാഫ് എടുത്താൽ മതി. ഓക്കെ, ആൻഡ് സോ അപ്ലൈ ദി ഫോർമുല പൈ ആർ സ്ക്വയർ. ഈ രണ്ട് വർക്ക് നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഹൗറ്റിട്ടാണ് ഇത് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യുക. ദിസ് വൺ ഈസ് ഹോംവർക്ക് ഫോർ ഹോംവർക്കാണ്. Now let us conclude. We will discuss the remaining in the next class. Okay, thank you all.